ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2346. ഇന്ന് ജൂൺ മാസം 3-ാം തീയതി, 154-ാമത്തെ ദിവസത്തിലെത്തി. ഈ ആഴ്ചയിലെ കഴിഞ്ഞ പുലരുകളിൽ നമ്മൾ വിചാരിച്ചത് വിദ്യാലയം എന്ന വലിയ ആലയത്തെ കേന്ദ്രമാക്കി തന്നെയാണ്. അവിടുത്തെ വിദ്യാർത്ഥികളെ, ആചാര്യന്മാരെ, പിന്നിലുള്ള മാതാപിതാക്കളെ ഒക്കെ നമുക്ക് കാര്യമായിട്ടൊന്ന് പരിഗണിക്കണ്ടേ, ആദരവോടെ അനുസ്മരിക്കണ്ടേ. ആ വിചാരങ്ങളുടെ തുടർച്ച തന്നെയാണ് എന്നും. ക്രിസ്തുയേശു ഭൂമിയോട് പറഞ്ഞ മനോഹരമായൊരു കുഞ്ഞു കഥയാണ് വിതക്കാരന്റെ ഉപമ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മളത് കാര്യമായി എത്രയോ കാലമായി വായിച്ചിങ്ങനെ പോരുന്നതാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ട കഥ. അതിൽ ചിലത് വഴിയരികിൽ വീണെന്ന് പറയുക. സുവിശേഷകനായ ലൂക്കോസ് എഴുതുമ്പോൾ ചിലർ അത് ചവിട്ടിക്കളഞ്ഞെന്നു കൂടി എഴുതുന്നുണ്ട്. മത്തായി ആവട്ടെ പറവകൾ അത് തിന്നുകളഞ്ഞെന്ന് പറയുക. എന്തായാലും വഴിയിൽ വീണതിന് നിലനിൽപ്പില്ലായിരുന്നു. പിന്നെ ചിലത് മേൽമണ്ണ് മാത്രമുള്ള, താഴേക്ക് വളരാൻ ഒരു വിധത്തിലും സാധ്യമാകാത്ത പാറപ്പുറത്ത് വീണെന്ന് പറയാ. അവയുടെ അവസാനവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒടുവില് മൂന്നാമതൊരു കൂട്ടര് മുള്ളുകൾക്കിടയിൽ വീണത്രേ. വളരാൻ സാധ്യതയുണ്ടായിരുന്നു, വളർന്നു വന്നു എന്നൊക്കെയാണ് യേശു പോലും പറയാനായിട്ട് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ടും ചുറ്റുപാടുകളുടെ മുള്ളുകളൊക്കെ അവയെ ഞെരുക്കിക്കളഞ്ഞു. നല്ല നിലത്ത് വീണതൊക്കെ നമുക്ക് പിന്നീടത്തേക്ക് മാറ്റിവെക്കാം. അത് യേശുവിന്റെ മനസ്സിലൊരു വലിയ സ്വപ്നമാവാം, വലിയൊരു പ്രത്യാശയുടെ പ്രതിഫലനമാവാം. എന്തോ കുഞ്ഞുങ്ങളായ വിദ്യാർത്ഥിനികളായ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചറിവോടെ, ഇത്തിരി പൊള്ളലോടെ ചിന്തിക്കേണ്ടതാണ്. ഈ ജന്മവും ജനനവും ജീവിതവും വളർച്ചയും ഒക്കെ എങ്ങനെ വേണമെങ്കിലും ആകാമായിരുന്നുവെന്ന്. വഴിയരികിൽ വീണുപോകാമായിരുന്നു. ഉറ്റവരാരുമില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നമുക്കിടയിൽ ഉള്ളപ്പോ അതിനും സാധ്യതയില്ലേ? ഉണ്ടെന്നേ. ഇനിയും മുള്ളുകൾക്കിടയിൽ വീണുപോകുന്ന അവസ്ഥയുണ്ട്. വളരാൻ ഒരു വിധത്തിലും ആഴപ്പെടാനാവാത്ത പാറമേല് അകപ്പെട്ടു പോകുന്ന അവസ്ഥയുമില്ലേ? അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് തിരിച്ചറിയാനായിട്ട് ഏതൊരാൾക്കും ഇത്തിരി യേശു വെളിച്ചം ആവശ്യമാണ്. അങ്ങനെയൊന്നുമല്ലെന്നേ നമ്മൾ ഓരോരുത്തരും. എന്തുമാത്രം കരുതലും കാവലും കരുണയും അനുഭാവവും മാപ്പും ക്ഷമയും ഒക്കെ ആവോളം നമുക്ക് കിട്ടിയിട്ടാ നമ്മൾ ഓരോരുത്തരുടെയും, മുതിർന്നവർ ഓരോരുത്തരുടെയും ബാല്യകാലം കടന്നു പോകുന്നത്. വേഗം നമ്മളും അത് മറന്നുപോയി. എല്ലാം ഒന്ന് ഓർത്തെടുക്കാനായിട്ട്, എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഈ പുലരികൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിന് കൂട്ടായിട്ട് ക്രിസ്തുയേശു ഉണ്ടാവും. ആമേൻ.